ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania ഡിസൈൻ ന്യൂസ്. ഈ ആഴ്ചത്തെ ഡിസൈൻ ന്യൂസുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയി നോക്കാം. ആദ്യമായി ഞാൻ പറയുന്ന ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഓരോ ആഴ്ചയിലെയും ഡിസൈൻ അപ്ഡേറ്റ്സുകൾ അഥവാ ഡിസൈൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്റർനാഷണലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ന്യൂസുകൾ നമ്മുടെ കണ്ണിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം കളക്ട് ചെയ്ത് ഡിസൈനേഴ്സിനായിട്ട് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഗ്രാഫിക് ഡിസൈനേഴ്സ് ആയിട്ടുള്ളവരും UI/UX ഡിസൈനിങ് ഇൻഡസ്ട്രിയിലുള്ളവരും എല്ലാം തന്നെ ദയവായി ഈ ഒരു ഡിസൈൻ ന്യൂസ് കാണുകയും അത് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക. ഇത് ഓരോ ആഴ്ചയിലും സാറ്റർഡേയിലോ സൺഡേയിലോ ആണ് നമ്മൾ ഡിസൈൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ഇടുന്നത്. അപ്പോൾ ദയവായി എല്ലാ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കളും ഈ ഒരു ഡിസൈൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നിർബന്ധമായും കാണുക. അതിനോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ന്യൂസുകൾ വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് bezier.method.ai എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. ഇത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോർട്ടലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെയിം ടു ഹെൽപ്പ് യു മാസ്റ്റർ ദ പെൻ ടൂൾ എന്ന് പറയുന്ന ഈ ഒരു പോർട്ടൽ നമുക്ക് പെൻ ടൂളിനെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയും പെൻ ടൂളിനെ എങ്ങനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് പെൻ ടൂളിൽ നമുക്ക് നല്ലൊരു മാസ്റ്റർ ആകാൻ കഴിയുക എന്നുള്ളതാണ് ഈ വെബ്സൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന സുഹൃത്തുക്കൾക്ക് ഇത് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ കാണുന്നത് പോലുള്ള ഓരോ നോഡുകൾ നമുക്കിവിടെ വന്ന് പെൻ ടൂൾ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വന്ന് പെൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം ഓരോ നോഡിലും നമ്മളിവിടെ കൊണ്ടുവന്ന് ഓരോ നമ്മളതിൽ കാണുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തതായി എന്ത് ചെയ്യണമെന്നുള്ളത് നമുക്കിങ്ങനെ കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. അടുത്തതായി നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് നമ്മളൊരു പെൻ ടൂളിനെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട് അടുത്ത ശൈലിയിലുള്ള അടുത്ത സ്റ്റെപ്പുകളിലുള്ള ഓരോ പെൻ ടൂളിൻ്റെ എക്സസൈസുകൾ അവരിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. അത് നമുക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ മൗസും പെൻ ടൂളുമായിട്ടുള്ള ഒരു യൂസ് വളരെ സിമ്പിളാക്കാനും അല്ലെങ്കിൽ ഓൾറെഡി പെൻ ടൂൾ യൂസ് ചെയ്യുന്നവർക്ക് വളരെ അതിലൊരു മാസ്റ്റർ ഒരു എക്സ്പെർട്ടായി മാറാനും സഹായിപ്പിക്കുന്ന നല്ല ഒരു ഡിസൈനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഇതെന്ന് പറയുന്നത്. ഇതിലെ ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജുകൾ നിങ്ങൾക്ക് ഇതുപോലെ ബേസ്മെന്റ് ലെവലിലുള്ളത് ചെയ്ത് നോക്കാം. കുറച്ചും കൂടെ എക്സ്പെർട്ട് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് ബോട്ടത്തിലായിട്ട് കാണുന്ന ഈ സ്കിപ്പ് ട്യൂട്ടോറിയൽ സ്റ്റേജസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകും. ആ ഒരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ കണ്ട ബേസ്മെന്റ് ലെവലിൽ നിന്നും അടുത്ത ഓരോരോ ഷേപ്പുകളായിട്ട് നമുക്കിവിടെ തരും അവർ. അവിടെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൾച്ചറുകൾ കാണുന്നത് പോലെ തന്നെ പെൻ ടൂൾ കൊണ്ടുവച്ചതിന് ശേഷം നമുക്ക് ഓരോരോ നോഡുകൾ വരച്ച് നമുക്ക് നമ്മുടെ പെൻ ടൂളിനെ മാക്സിമം എക്സ്പെർട്ടൈസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ല ഒരു ടൂളാണ് bezier.method.ac എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ്. ഇത് ഡിസൈനേഴ്സിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദ ബെസ്റ്റ് ഇന്നോവേഷൻസ് ഓഫ് 2020. 2020 ഏറ്റവും മികച്ച 100 ഇന്നോവേഷൻസുകളുടെ ഒരു പോർട്ടൽ time.com, നമ്മുടെ ടൈം മാഗസിൻ പുറത്തിറക്കിയിരിക്കുന്നു. അതിൻ്റെ ഒരു ലിങ്കാണിത്. ഇതിലേക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മേഖലയിലും, അത് ഡിസൈൻ മാത്രമല്ല നമ്മുടെ എല്ലാ മേഖലയിലും, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ ഗ്ലോബലി പുതുതായിട്ട് ഈ 2020 വന്ന പുതിയ ഇൻവെൻഷൻസുകളുടെ ഒരു നീണ്ട കളക്ഷനാണ്. അതിനകത്ത് ഓരോ മേഖലകളും നിങ്ങൾക്ക് ഇങ്ങനെ ഹെഡിങ് ബൈ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ എന്താണ് പുതുതായിട്ട് കണ്ടുപിടിച്ച ഇൻവെൻഷൻ, അഥവാ ഓഗ്മെന്റഡ് ആൻഡ് വിർച്വൽ റിയാലിറ്റിയിൽ എന്താണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഇൻവെൻഷൻ, ബ്യൂട്ടി അല്ലെങ്കിൽ കണക്ടിവിറ്റി, അങ്ങനെ കൺസ്യൂമർ ഇലക്ട്രിക്സ്, അതുകൊണ്ട് ഓരോ മേഖലയിലും ഡിസൈൻ മേഖല നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ പ്രോഡക്റ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പുതിയ രീതിയിലുള്ള പ്രോഡക്ട്സുകൾ, അത് എന്ത് പ്രോഡക്ട്സും ആവാം. അപ്പോൾ നമ്മൾ ഡിസൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് മാത്രമല്ല എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനിങ്ങും നമ്മുടെ ഒരു ഡിസൈനിങ് ഇൻഡസ്ട്രിയിലാണ് പെടുന്നത്. അതിനകത്ത് പ്രോഡക്ട്സുകളാവാം അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റുകളാവാം, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡിജിറ്റൽ ആയിട്ടുള്ളതും ഡിജിറ്റൽ അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പ്രോഡക്റ്റുകളെ കുറിച്ചും ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ മേഖലയിലും പുതുതായിട്ട് 2020 നടന്ന ഏറ്റവും നല്ല ഇൻവെൻഷൻസുകളുടെ ഒരു 100 ഇൻവെൻഷൻസുകളുടെ ഒരു ലിസ്റ്റാണ് ഇവരിവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിങ്കിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഫുൾ ഇൻവെൻഷൻസുകളും കാണാം. അതിൽ ഓരോന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും മറ്റുള്ളവർക്കും എല്ലാം നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട നല്ല ഒരു ടൈം മാഗസിൻ്റെ അല്ലെങ്കിൽ time.com എന്ന് പറയുന്ന സൈറ്റിൻ്റെ നല്ലൊരു പോർട്ടലാണിത്. അത് നിർബന്ധമായിട്ടും എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് uxpin.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആണ്. ഇപ്പോൾ UI ഡിസൈനിങ് ചെയ്യുന്ന സുഹൃത്തുക്കളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ അഡോബ് XD അല്ലെങ്കിൽ ഫിഗ്മ അല്ലെങ്കിൽ സ്കെച്ച്, ഇതുപോലുള്ള പ്രധാനപ്പെട്ട കുറേ സോഫ്റ്റ്വെയറുകളായിരിക്കും അവർ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളോടൊപ്പം തന്നെ നിൽക്കുന്ന നല്ല ഒരു ഓൺലൈൻ ടൂൾ, നല്ലൊരു ഓൺലൈൻ ആപ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് uxpin.com എന്ന് പറയുന്നത്.
ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ID കൊടുത്തിട്ട് ജോയിൻ ഫോർ ഫ്രീ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ഡാഷ്ബോർഡിലോട്ടാണ് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പുതിയ പ്രോജക്റ്റ്, ഒരു ന്യൂ പ്രോജക്റ്റ്, എന്തെങ്കിലും ഒരു സാമ്പിൾ ടെക്സ്റ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു പ്രോജക്റ്റ് നെയിം കൊടുത്തുകൊണ്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യാൻവാസിലേക്ക് നിങ്ങൾ വരും. എങ്ങനെയാണോ നിങ്ങൾ അഡോബ് XD അല്ലെങ്കിൽ ഫിഗ്മയൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയുള്ള നല്ല സൂപ്പർബായിട്ടുള്ള ഓൺലൈനായിട്ടുള്ള ഒരു ഡിസൈനിങ് ആപ്പാണിത്. ഇതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് ഡിസൈനിങ്, എസ്പെഷ്യലി UI ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രോപ്പർട്ടീസുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഡിസൈൻ മാത്രമല്ല, അതിനെ പ്രോട്ടോടൈപ്പ് ചെയ്യിക്കാനായിരുന്നാലും ഷെയർ ചെയ്യാനായിരുന്നാലും ക്ലയൻറ്റിന് URL സെൻഡ് ചെയ്ത് കൊടുത്ത് കമൻസ് ഒക്കെ കളക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് നമുക്ക് കമ്പൈൻ ചെയ്ത് വർക്ക് ചെയ്യാനും എല്ലാ ഫെസിലിറ്റികളും ഒരു നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഡിസൈൻ സോഫ്റ്റ്വെയറുകളോട്, UI ഡിസൈൻ സോഫ്റ്റ്വെയറുകളോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള നല്ല സൂപ്പർബായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമാണിത്. app.uxpin.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. നിങ്ങൾ നിർബന്ധമായിട്ടും എല്ലാ ഡിസൈനേഴ്സും, എസ്പെഷ്യലി UI ഡിസൈനേഴ്സ് ഇത് എക്സ്പ്ലോർ ചെയ്തിരിക്കണം. ഇത് 1 month നമുക്ക് ഫ്രീ ആയിട്ട്, എൻ്റയർലി ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം ഇതിനെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. അതിൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആവും, വളരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പെയ്ഡ് വെർഷനിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഡിസൈനേഴ്സ്, എസ്പെഷ്യലി UI ഡിസൈനേഴ്സ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് notecrisp.net എന്ന് പറയുന്ന ഒരു പാറ്റേൺ സൈറ്റാണ്. ഈ പാറ്റേൺ സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, കളർഫുൾ ആയിട്ടുള്ള കുറേ പാറ്റേൺസുകൾ SVG ഫോർമാറ്റിൽ, അറിയാലോ HTML ഒക്കെ ചെയ്യുന്നവർക്കറിയാം, SVG ഫോർമാറ്റിൽ നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെക്റ്റർ ക്വാളിറ്റി ആയിരിക്കും, നല്ല ക്ലിയർ ക്രിസ്റ്റൽ പിക്സൽ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് SVG ഫോർമാറ്റിൽ ഇവിടുന്ന് പാറ്റേൺസുകൾ കോപ്പി ചെയ്തെടുക്കാം. ഒരു പാറ്റേണിലായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളറുകൾ ഇങ്ങനെ മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള കളറുകളിലേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഈ ഒരു SVG കോഡ് കോപ്പി ചെയ്യുക, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെരി വെരി യൂസ്ഫുൾ ഫോർ ഡിസൈനേഴ്സ്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ എസെൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് iPhone 12 Proയുടെ മോക്കപ്പ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ iPhone 12 Proയുടെ വളരെ സൂപ്പർവായിട്ടുള്ള മോക്കപ്സുകൾ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് $12 പർച്ചേസ് ചെയ്തുകൊണ്ട് പല ആംഗിളിലും പല രീതിയിലുമുള്ള പല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മോക്കപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് മോക്കപ്സുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ഈ iPhone 12 Proയുടേത് കൂടുതലായിട്ട് മാർക്കറ്റിൽ വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു മോഡൽ ആയതുകൊണ്ട് അതിൻ്റെ മോക്കപ്പിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ PST ഫയൽസുകളുടെ നല്ലൊരു കളക്ഷനാണിത്. നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നുകൊണ്ട് പുതിയ iPhone 12 Proയുടെ നല്ല സൂപ്പർവായിട്ടുള്ള മോക്കപ്സുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് generated.photos എന്ന് പറയുന്നൊരു വെബ് പോർട്ടലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്ത കുറേ ഫേസുകളുടെ കളക്ഷനാണ്. ഇനി ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഫേസ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യേണ്ടി വരുന്ന ഒരു ആവശ്യകതയിൽ ഒരു വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അത് കൃത്യമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ഫോട്ടോസുകൾ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പോർട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഫേസുകളുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഫേസുകൾ കളക്ട് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗെറ്റ് API എന്ന് പറഞ്ഞ കീയിലൂടെ നമുക്ക് API കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസ് തരുന്നുണ്ട്. നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങളുടെ ഡിസൈൻ ചാറ്റ് ബോട്ടിൽ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഡിസൈൻസിൽ വലിയ വലിയ അഡ്വർടൈസ്മെൻറ്റ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ഫേസുകൾ യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫോട്ടോയ്ക്ക് പകരം കൃത്യമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ ഫേസുകൾ യൂസ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഈ generated.photos എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഫോട്ടോസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫേസുകൾ കിട്ടുന്ന നല്ല ഒരു സൂപ്പർ വെബ്സൈറ്റാണ്. ഡിസൈനേഴ്സ് നിർബന്ധമായിട്ടും എക്സ്പ്ലോർ ചെയ്യേണ്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ ഡിസൈനേഴ്സ്, ഈ വെബ്സൈറ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.